വേണോട്ടിനവിടെ? ഡോക്ടറെ പറഞ്ഞയക്കാൻ പോയതാ, ഇപ്പൊ വരും. ഭേദമുണ്ടോ? മരുന്ന് കഴിക്കാറുണ്ടായിരുന്നില്ലേ? 1-2 ദിവസം കഴിച്ചില്ലാന്ന് തോന്നണു. അവിടെ ആവുമ്പോ നന്ദൻ ഓർമ്മിച്ചെടുത്തു തരും. ഞാൻ ഇടയ്ക്കത് മറക്കും, പതിവാ. തുടർച്ചയായിട്ട് കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇതൊക്കെ അവനവൻ ഓർമ്മിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? എന്താണാവോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണേ? പൂജയും പാട്ടും എത്ര കഴിച്ചു, മരുന്ന് എത്ര കഴിച്ചു. വേണോട്ടിന് എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടാവും. എന്താ ഇത്? സമാധാനായിട്ടിരിക്കും. തല ചുറ്റി വീഴാൻ പോകുമ്പോ ആരും ഇല്ലാണ്ടാവണം തോന്നുക. വേണോട്ടാ, ഇങ്ങനെ ഞാൻ ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോ 5 മിനിറ്റ് ക്ഷമിക്കോ, സഹിക്കോ? പിന്നെ ഒക്കെ ശരിയാവും. അല്ലാണ്ട് എന്നെ പിന്നെ ദേഷ്യപ്പെട്ടാല് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. വേണോട്ടാ, ഒന്നും സാരമില്ലമ്മോ, കുഴപ്പമില്ല. അട്ടപ്പാടിന്ന് ഒരു ആദിവാസി വൈദ്യൻ ഇവിടെ ക്യാമ്പുണ്ട്. അയാൾ ഒരു ഒറ്റമൂലി തന്നു. ബാർബിറ്റോൺ ഇതും കൂടി ആവുമ്പോ പച്ചമരുന്നിന് എന്തായാലും റിയാക്ഷൻ ഉണ്ടാവില്ല. ഗുണം ഉണ്ടായില്ലെങ്കിലും ദോഷം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ബാർബിറ്റോൺ നിർത്തിയോ? ഡോക്ടർ പറഞ്ഞ ഗുളിക കഴിക്കുന്നുണ്ട്. അത് ഞാൻ വൈദ്യനോടും പറഞ്ഞു. കേട്ടപ്പോ ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി. അമ്മോ, ഞാൻ ഇറങ്ങാ. ഗൗരി ഇങ്ങോട്ട് വരാൻ നിന്നതാ. ഞാനും നോക്കിട്ട് വരാന്ന് പറഞ്ഞു ഓടിപ്പോ. ആഹാ, ഇത്ര വേഗം പോവാ? നന്ദ പേടിക്കൊന്നും വേണ്ട, എനിക്കിപ്പോ ഒന്നുമില്ല, ഞാൻ ഉഷാറാ. അത് കേട്ടാ മതി എനിക്ക്. നീ എന്നാ ഇനി അങ്ങോട്ട് വരണേ? നിങ്ങൾ അങ്ങോട്ട് വന്നില്ലെങ്കിലും എനിക്ക് നിങ്ങളെ ഒന്ന് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇടയ്ക്ക് വരാം. അച്ഛാ. എന്നാലും എന്റെ നന്ദസാറേ, ആ ശുദ്ധഗതിക്കാരുടെ ഇതൊന്നും വേണ്ടില്ലായിരുന്നു. കല്യാണം കഴിക്കാനും പ്രസവിക്കാനും പാടില്ലാത്ത ഈ പെൺകുട്ടിയെ ആ വേണുവിന്റെ തലയിൽ കെട്ടി വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നീ ഇങ്ങോട്ട് വാ. ആ അമ്മ പറയാനായിട്ട് നന്ദം വിഷമിക്കണ്ട. ഇടുമ്പിയാ, ഞാനുമായിട്ട് എന്നും വഴക്കാം. ഏതായാലും മോള് കുറച്ചു ദിവസം വീട്ടിൽ വന്ന് നിൽക്ക്.